എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു വാട്ടർമെലൺ ജ്യൂസ് നോക്കാം. ഈ ഒരു ജ്യൂസിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസാക്കിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഈ ചെടുത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർമെലൺ വേണം. പിന്നെ ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി. പിന്നെ വേണ്ടത് പുതിനയുടെ ഇലയാണ്. പുതിനയുടെ ഇല 3-4 എടുക്കാം. വാട്ടർമെലൺ ഇവിടെ ചെറിയ വാട്ടർമെലൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം, അല്ലെങ്കിൽ തേനും എടുക്കാവുന്നതാണ്. ഞാനിവിടെ തേനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടർമെലൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സീഡോട് കൂടിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സീഡ് വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആ പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പുതിനയുടെ ഇല കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഹണി സ്വീഡിഷ് ഹണിയാണ്. അപ്പോൾ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. വാട്ടർമെലൺ അത്യാവശ്യം നല്ല മധുരത്തിലാണുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മധുരത്തിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ തന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ചൂട് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും വാട്ടർമെലണൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്